ലോകത്തിലെ ഏറ്റവും ഹെൽത്തിയായ ഭക്ഷണ രീതി ലിസ്റ്റ് ചെയ്തപ്പോൾ ജാപ്പനീസ് ക്യുസീനാണ് കേട്ടോ 2ാം സ്ഥാനത്ത് വന്നത്. പക്ഷെ ഡെയിലി ചോറ് കഴിക്കുന്ന ഇവരെങ്ങനെയാണ് സെക്കൻഡ് പൊസിഷനിലെത്തിയത്? വീഡിയോ ഫുള്ള് കണ്ടാൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. സോ ഇന്നത്തെ ഡിഷ് ചിക്കൻ ടെറിയാക്കിയാണ്, ഒരു ക്ലാസിക് ജാപ്പനീസ് ഡിഷ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പ്രിപ്പറേഷൻ. ആദ്യം തന്നെ ചിക്കൻ്റെ എല്ലൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ തൈസ് ആണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് പീസ് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവായി കിട്ടും കേട്ടോ. ഈ സീരീസ് തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് ഹെൽത്തി ഫുഡ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്താൽ ഭയങ്കര ബോറാവുന്നതാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയ റെസ്പോൺസ് എൻ്റെ എക്സ്പെക്ടേഷൻസ് തന്നെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ചിക്കൻ്റെ ഫുള്ള് എല്ലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായി ഡ്രൈ ആക്കിയ ശേഷം 2 സൈഡിലും കോൺഫ്ലോർ കോട്ട് ചെയ്യുന്നുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇടാം. 2 സൈഡും ഒരു ചെറിയ യെല്ലോ ഷെയ്ഡും ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്താൽ മതി. ഡെയിലി ചോറ് കഴിക്കുന്നവരായിട്ട് കൂടി ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ ഒരുപാട് മുന്നിലുള്ളതിന്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്നതാണ്. എന്ത് കഴിക്കുന്നു എന്നതിലല്ല, എത്ര കഴിക്കുന്നു എന്നതിലാണ് കാര്യം. ചിക്കൻ കുക്കാവുന്ന ടൈമിൽ നമുക്ക് സോസ് ഉണ്ടാക്കാം. ഒറിജിനൽ ജാപ്പനീസ് റെസിപ്പിയിൽ മിറിൻ അതുപോലെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ റൈസ് വൈനിന്റെ ഓരോ ടൈപ്പുകളാണ്. അതൊന്നും ഹലാൽ അല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് ഡയറക്റ്റ് ടെറിയാക്കി സോസ് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ, വിച്ച് ഇസ് ഹലാൽ സർട്ടിഫൈഡ്. ഈ സോസ് വാങ്ങണം എന്നൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ് സോസിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും 1 ടേബിൾ സ്പൂൺ വാട്ടറും ആഡ് ആക്കിയാൽ ടെറിയാക്കി സോസ് ആയി. ചിക്കന്റെ അളവ് അനുസരിച്ച് സോസിന്റെ അളവ് കൂട്ടാം. ഈ ഒരു റേഷ്യോ മനസ്സിൽ ഉണ്ടായാൽ മതി. ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത 5-6 അല്ലി വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് കഷ്ണം ഇഞ്ചിയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. സോസിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് തിൻ കൺസിസ്റ്റൻസി ആക്കി മാറ്റി വെക്കാം കേട്ടോ. മീനോ ചിക്കനോ ഗ്രില്ല് ചെയ്ത് അതിന്റെ മേലെ സോയ് സോസും മധുരവും കൂടി മിക്സ് ചെയ്ത് ബ്രഷ് ചെയ്യും. അത്രയേ ഉള്ളൂ ജാപ്പനീസുകാരുടെ കുക്കിംഗ്. സോസ് ചൂടാവുമ്പോൾ കാരമലൈസ്ഡ് ആയി നാച്ചുറൽ ആയിട്ട് ഒരു ഷൈൻ വരും. അതാണ് ടെറി. ആൻഡ് യാക്കി മീൻസ് ഗ്രിൽ ഓർ കുക്ക്. അങ്ങനെ ടെറിയാക്കി എന്ന ഡിഷ് ഉണ്ടായത്. കുക്കായ ചിക്കൻ പാനിൽ നിന്ന് മാറ്റി അതേ പാനിലേക്ക് സോസ് മിക്സ് ഒഴിച്ച് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് സോസ് കംപ്ലീറ്റ് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ ടെറിയാക്കി റെഡി. ഗാർണിഷ് ചെയ്യാൻ സ്പ്രിംഗ് അണിയന്റെ ഗ്രീൻ പോർഷൻ ചോപ്പ് ചെയ്തതും വൈറ്റ് സെസമേ സീഡ്സും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൊതുവെ അങ്ങനെ എല്ലാ ഫുഡും കഴിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. പ്രത്യേകിച്ച് ജാപ്പനീസ്, ചൈനീസ് ഐറ്റംസ് ഒക്കെ. സൂഷിയൊക്കെ പോലെ റോ മീറ്റ് ഒക്കെയാണ് ജാപ്പനീസ് ഫുഡ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ ഈ ഒരു ഡിഷ് എൻ്റെ കംപ്ലീറ്റ് എക്സ്പെക്ടേഷനും തകർത്തു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. കാരണം ഉണ്ടാക്കി സെക്കൻഡ്സ് കൊണ്ട് പ്ലേറ്റ് കാലിയായിട്ടോ. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണിത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.